പ്രിയമുള്ള കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ ഓഫ് മെനി ഹ്യൂസ് എന്ന യൂണിറ്റിലെ നെയിംസ് ആൻഡ് നെയിംസ് എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒന്നാമത്തെ യൂണിറ്റിൽ നൽകിയിരിക്കുന്ന ഹെഡിങ് ഓഫ് മെനി ഹ്യൂസ് എന്നാണ്. ഹ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ. ഓഫ് മെനി ഹ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നിറങ്ങൾ ഒന്നിച്ചു ചേർന്ന ഒന്നിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഓഫ് മെനി ഹ്യൂസ് എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓഫ് മെനി ഹ്യൂസ് എന്നെഴുതിയിരിക്കുന്ന പേജിൻ്റെ താഴെയായിട്ട് നമുക്കൊരു കോട്ട് കാണാൻ കഴിയും. അമേരിക്കൻ എഴുത്തുകാരിയും കവയിത്രിയുമായ മായ ഏഞ്ചലോവിൻ്റെ കോട്ടാണത്. എന്താണ് പറയുന്നത്? ഇൻ ഡൈവേഴ്സിറ്റി ദർ ഈസ് ബ്യൂട്ടി ആൻഡ് ദർ ഈസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യം. അപ്പം വൈവിധ്യം ഉണ്ടെങ്കിൽ ദർ ഈസ് ബ്യൂട്ടി, സൗന്ദര്യമുണ്ട്. അതുപോലെ തന്നെ ദർ ഈസ് സ്ട്രെങ്ത്, ശക്തിയുമുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നല്ലൊരു ഗാർഡനിൽ നമ്മൾ പോവുകയാണെങ്കിൽ പല നിറത്തിലും തരത്തിലുമുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഒരു പൂന്തോട്ടമാണെങ്കിൽ അത് കാണാൻ വളരെ ഭംഗിയുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഒരു റിച്ച് ഫീലിംഗ് നമുക്ക് തരികയും ചെയ്യും. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്ന വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ക്രിക്കറ്റ് ടീമിൽ ബാറ്റ്സ്മാൻമാർ മാത്രമല്ലല്ലോ ഉള്ളത്. ബാറ്റ്സ്മാൻമാരുണ്ട്, ബൗളേഴ്സ് ഉണ്ട്, കീപ്പറുണ്ട്, അല്ലേ? വ്യത്യസ്ത റോൾ ചെയ്യുന്നവരാണ്. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ആ ടീമിൻ്റെ മൊത്തം ശക്തി പുറത്തെടുക്കാനായിട്ട് കഴിയുന്നത്. ഇൻ ഡൈവേഴ്സിറ്റി ദർ ഈസ് ബ്യൂട്ടി ആൻഡ് ദർ ഈസ് സ്ട്രെങ്ത് എന്ന കോട്ടിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ ഹെഡിങ് നെയിംസ് ആൻഡ് നെയിംസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഗ്രേഡ് 1 പഠിക്കുന്ന കുഞ്ഞിച്ചിരുത എന്നുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് നമ്മൾ പഠിക്കുന്നത്. കുഞ്ഞിച്ചിരുത ഇപ്പോൾ താമസിക്കുന്നത് അമേരിക്കയിലെ ന്യൂജേഴ്സി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് കുഞ്ഞിച്ചിരുതയുടെ വിശേഷങ്ങളെന്ന്. വെൻ യു മൂവ് ടു അനദർ കൺട്രി ദ ഫ്ലോ ഓഫ് ലൈഫ് ചേഞ്ചസ്. നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് മാറുമ്പോൾ, അല്ലെ മറ്റൊരു രാജ്യത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴുക്കിന് വ്യത്യാസം വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ താളം മാറുന്നു. വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈറ്റ് ഫീൽ വെൻ യു മൂവ് ടു എ ന്യൂ പ്ലേസ്. അതായത് നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടാവുന്ന വ്യത്യാസം എന്തായിരിക്കും നമ്മളോട് ചോദിക്കുകയാണ്. ഹിയർ ഇസ് എ സ്റ്റോറി ഓഫ് എ ഗേൾ ഹു മൂവ് ടു എ ന്യൂ കൺട്രി. ഇവിടെ പുതിയൊരു രാജ്യത്തേക്ക് പോയ ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത്. ദ പ്ലേസ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വെർ ഷി യൂസ് ടു ലീവ് ബിഫോർ. അവൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലമായിരുന്നു അവൾ പുതുതായി എത്തിച്ചേർന്ന സ്ഥലം. കുഞ്ഞിച്ചിരുത സ്റ്റുഡ് അറ്റ് ദി ഗേറ്റ് ഗേസിംഗ് അറ്റ് ദി സ്ട്രീറ്റ്. കുഞ്ഞിച്ചിരുത എന്ത് ചെയ്യായിരുന്നു? ഗേറ്റിനടുത്ത് പോയിട്ട് ആ തെരുവിലോട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ തുറിച്ചു നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. ഷി ലവ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രെയിൻസ്. പെഡസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽനട യാത്രക്കാർ. അപ്പം അതിലേ കടന്നു പോകുന്ന വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും ഒക്കെ നോക്കി നിൽക്കുന്നത് അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിന്റർ. അതൊരു തണുപ്പ് കാലത്തിൻ്റെ അവസാനമായിരുന്നു. ദ എയർ വാസ് വാമിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം ചെറുകെ ചൂടാകാൻ തുടങ്ങിയിരുന്നു. ബട്ട് ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻഡ്. എന്നിരുന്നാലും ഇടയ്ക്കിടെ അവിടെ തണുത്ത കാറ്റുണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിന്റർ ഇൻ ന്യൂ ജേഴ്സി. ന്യൂ ജേഴ്സിയിൽ അതിശൈത്യ കാലമായിരുന്നു. ഇറ്റ് വാസ് ഓൺലി 5. 5 മണി ആയതേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നൈറ്റ് ഹാഡ് ഫോളൻ. അപ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞിരുന്നു. ദ വേരിയിങ് ലെങ്ത്സ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് അക്രോസ് സീസൺസ് ഹാഡ് പസിൽഡ് കുഞ്ഞിച്ചിരുത. അതായത് കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരുന്ന രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യത്തിലുള്ള വ്യത്യാസം കുഞ്ഞിച്ചിരുതയെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി. വെൻ ഷീ അറൈവ്ഡ് ഇൻ ജൂലൈ ദ സൺസെറ്റ് ഓൺലി അറ്റ് 8:30. അവൾ ജൂലൈയിൽ അവിടെ എത്തിയപ്പോൾ രാത്രി 8:30 ആകുമ്പോഴായിരുന്നു പകൽ അസ്തമിച്ചിരുന്നത്.
ദ ഡേ വാസ് മോർ ദാൻ 15 hours ലോങ്. അതായത് ജൂലൈയിൽ അവൾ ന്യൂജേഴ്സിയിൽ എത്തുമ്പോൾ ഏകദേശം പകലെന്ന് പറയുന്നത് 15 മണിക്കൂർ ഉണ്ടായിരുന്നു. നൗ ദ സൺസെറ്റ് എ ലിറ്റിൽ ബിഫോർ 5 ആൻഡ് ദ ഡേ ലാസ്റ്റഡ് ഓൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours. ഇപ്പോൾ പകൽ 5 മണിക്ക് കുറച്ച് മുമ്പായിട്ട് അവസാനിക്കും. അതായത് 10 മണിക്കൂർ താഴെ മാത്രമാണ് പകലിന് ദൈർഘ്യമുള്ളത്. കുഞ്ഞിച്ചിരുത വാസ് സ്റ്റാറ്റിൽഡ്. സ്റ്റാറ്റിൽ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ദാറ്റ് വാസ് കെയ്റ്റ്. അത് കെയ്റ്റ് ആയിരുന്നു, ഹെർ ക്ലാസ്മേറ്റ്. ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സഹപാഠി അല്ലേ, അല്ലെങ്കിൽ കൂട്ടുകാരി. ഷീ ലിവ്ഡ് ജസ്റ്റ് അക്രോസ് ദ സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിന്റെ തൊട്ടപ്പുറത്തായിരുന്നു അവൾ താമസിച്ചിരുന്നത്. ഓ നോട്ട് അഗെയിൻ, കുഞ്ഞിച്ചിരുത സെഡ് ടു ഹെർസെൽഫ് അണ്ടർ ഹെർ ബ്രത്ത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യോ ഇനി ഒന്നുകൂടെ പറയല്ലേ. നമ്മൾ ഏതൊരു ഫിലിമിൽ കണ്ടിട്ടില്ലേ സുരാജ് വെഞ്ഞാറമ്മോട് പറയുന്നേ, അയ്യോ എൻ്റെ ശിവനെ എന്ന് പറഞ്ഞ പോലെ കുഞ്ഞിച്ചിരുത പറഞ്ഞു പോയി. എന്ന് പറഞ്ഞു പോയി? എൻ്റെ പൊന്നെ ഇനി ഒന്നുകൂടെ പറയില്ലേ. അണ്ടർ ഹെർ ബ്രത്ത് എന്ന് പറഞ്ഞാൽ എന്തുവാ? അവള് അടക്കം പറഞ്ഞു. വെൻ വിൽ ഷീ ലേൺ ടു പ്രൊണൗൺസ് മൈ നെയിം റൈറ്റ്? ഇനി എന്നാണ് അവൾ എൻ്റെ പേര് ശരിക്കും പറയാനായിട്ട് പഠിക്കുന്നത്? ദിസ് വാസ് ഹെർ 6th month അറ്റ് സ്കൂൾ. അതവളുടെ സ്കൂളിലെ 6ാം മാസമായിരുന്നു. അവൾ സ്കൂളിൽ ചേർന്നിട്ട് 6 മാസം മാത്രമേ ആയിട്ടുള്ളായിരുന്നു. ബാക്ക് ഇൻ കേരള ഷി ഹാഡ് ഓൺലി ലേൺഡ് സം ഇംഗ്ലീഷ് റൈംസ് അറ്റ് പ്ലേ സ്കൂൾ. അവൾ കേരളത്തിലായിരുന്നപ്പോൾ പ്ലേ സ്കൂളിൽ വെച്ചിട്ട് അവൾ വളരെ കുറച്ച് ഇംഗ്ലീഷ് റൈംസ് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഷി ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് അൻ അമേസിംഗ് സ്പീഡ്. പക്ഷെ അവള് വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് പഠിച്ചെടുത്തു. ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെയർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അവളുടെ സഹപാഠികളും അധ്യാപകരുമൊക്കെ വളരെ ദയയും സഹായമനസ്കരുമായിരുന്നു. അവര് കുഞ്ഞിച്ചിരുതയെ ഹെൽപ്പ് ചെയ്തു. ഷീ ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ. അവൾക്ക് സ്കൂളിൽ യാതൊരു തരത്തിലുള്ള അപരിചിതത്വവും തോന്നിയില്ല. അതായത് അവൾ ആ സ്കൂളിൽ പുതിയതാണെന്നൊരു ചിന്തയെ അവൾക്ക് തോന്നിയില്ല. മിസ് ഹോപ്കിൻസ് who taught mathematics went out of the way to make her comfortable. കുഞ്ഞിച്ചിരുതയ്ക്ക് ആ സ്കൂളിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ അസൗകര്യമോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവളുടെ കണക്ക് അധ്യാപികയായ ഹോപ്കിൻസ് തന്നാലാവുന്നതെല്ലാം ചെയ്തു കൊടുത്തു. മുകളിൽ നമ്മൾ സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞൊരു വേർഡ് പുതുതായിട്ട് പഠിച്ചിരുന്നു. സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരിചിതൻ അല്ലെങ്കിൽ പരിചയമില്ലാത്തയാൾ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. The only thing that upset her was the way her classmates pronounced her name. അവളെ വിഷമിപ്പിച്ചിരുന്ന ഏക കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? അവളുടെ സഹപാഠികൾ അവളുടെ പേര് ഉച്ചരിച്ച രീതിയായിരുന്നു. Even Miss Hopkins found her name difficult to pronounce. അവളുടെ കണക്കധ്യാപികയായ ഹോപ്കിൻസ് പോലും അവളുടെ പേര് ഉച്ചരിക്കാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നു. She did try though. എന്നിരുന്നാലും അവള് ആ പേര് ശരിയായി ഉച്ചരിക്കാൻ ശ്രമിച്ചിരുന്നു. ഷീ മാനേജ് ടു ഗെറ്റ് ദ ലാസ്റ്റ് പാർട്ട് റൈറ്റ്. ആ പേരിന്റെ അവസാന ഭാഗം ശരിയായി ഉച്ചരിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. ബട്ട് ഷീ സ്റ്റിൽ ഫൗണ്ട് ദ ഫസ്റ്റ് പാർട്ട് എ ടങ് ട്വിസ്റ്റർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിന്റെ ആദ്യ ഭാഗം വളരെ ഒരു ടങ് ട്വിസ്റ്റർ ആയിട്ട്, നാവിനെ കുഴയ്ക്കുന്ന, പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു വേർഡായിട്ട് അവൾക്ക് തോന്നി. ഹായ് കേറ്റ്, കുഞ്ഞിച്ചിരുത വേവ്ഡ് ബാക്ക്. കേറ്റ് വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ ഓണ്ട്. കേറ്റ് അറിയാമല്ലോ, നമ്മുടെ കുഞ്ഞിച്ചിരുതയുടെ സഹപാഠിയാണ്. അപ്പോൾ അവളിങ്ങനെ തൻ്റെ ആൻറ്റിയോടൊപ്പം ഷോപ്പിങ്ങിന് പോവായിരുന്നു. അപ്പോൾ എന്താ ചെയ്തു? കുഞ്ഞിച്ചിരുത കേറ്റിനെ കണ്ടു. കുഞ്ഞിച്ചിരുത എന്ത് ചെയ്തു? കേറ്റിനെ വിളിച്ചുകൊണ്ട് കൈയാട്ടി കാണിച്ചു. There were 24 students in grade 1. ഗ്രേഡ് 1-ൽ 24 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. കുഞ്ഞിച്ചിരുത വാസ് നോട്ട് ദ ഓൺലി നോൺ അമേരിക്കൻ സ്റ്റുഡൻറ് ഇൻ ഹെർ ക്ലാസ്. അവളുടെ ക്ലാസ്സിൽ അമേരിക്കയിൽ നിന്നല്ലാത്ത വിദ്യാർത്ഥി കുഞ്ഞിച്ചിരുത മാത്രമായിരുന്നില്ല, വേറെയും വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഇൻ ഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ് ടു ഇമിഗ്രന്റ് ഫാമിലീസ്. ഇൻഫാക്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ. അപ്പം അവളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന പകുതി പേരോളം ഇമിഗ്രൻസിന്റെ മക്കളായിരുന്നു. ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാർ, അതായത് സ്വന്തം രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണെന്ന് പറയുന്നത് കുടിയേറ്റക്കാർ എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരായിരുന്നു അവരുടെ ക്ലാസ്സിലെ പകുതി കൂട്ടുകാരും.
They were students from Canada, Mexico, Italy, the UAE, Egypt and China. അപ്പം അവളുടെ കൂടെ പഠിച്ചവർ ആരൊക്കെയായിരുന്നു? കാനഡ, മെക്സിക്കോ, ഇറ്റലി, UAE, ഈജിപ്റ്റ്, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളും അവിടെ കൂടെ ഉണ്ടായിരുന്നു. കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യക്കാരിയായിട്ട് കുഞ്ഞിച്ചിരുത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്സ്. കുഞ്ഞിച്ചിരുത തെരുവുകളിൽ നിരവധി ഇന്ത്യക്കാരെ കണ്ടുമുട്ടിയിരുന്നു. ഷീ ഹാഡ് എ പ്ലസന്റ് സർപ്രൈസ് വെൻ ഷീ മെറ്റ് പ്രകാശ്. അവൾ പ്രകാശ് എന്ന് പറഞ്ഞ ആളെ കണ്ടുമുട്ടിയപ്പോൾ അവൾക്ക് വളരെയധികം അതിശയം തോന്നി. പ്രകാശ് റാൻ എ കൺഫെക്ഷണറി നിയർ ഹെർ സ്കൂൾ. പ്രകാശ് അവളുടെ സ്കൂളിനടുത്തായി ഒരു മധുരപലഹാര കട അല്ലെങ്കിൽ ഇന്നത്തെ ബേക്കറി നടത്തിയിരുന്നു എന്ന് പറയാം. കുഞ്ഞിച്ചിരുത തോട്ട് ഹി ലുക്ക് റിമാർക്കബിളി ലൈക്ക് ഹെർ അങ്കിൾ ഹരീഷ്. തന്റെ അമ്മാവൻ ഹരീഷിനെ പോലെയാണ് അദ്ദേഹം എന്ന് കുഞ്ഞിച്ചിരുതയ്ക്ക് തോന്നി. റിമാർക്കബിളി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാമ്യം, തന്റെ അങ്കിളായ ഹരീഷിനോട് ഒരു പ്രത്യേക സാമ്യം ഈ പ്രകാശിനുണ്ടെന്ന് കുഞ്ഞിച്ചിരുതയ്ക്ക് തോന്നി. ഒൺലി പ്രകാശ് ലുക്ക്ഡ് എ ലോട്ട് ഓൾഡർ. പ്രകാശിന് ഉള്ള ഏക വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരല്പം പ്രായക്കൂടുതൽ മാത്രം തോന്നിയിരുന്നു. ഓൾമോസ്റ്റ് ആസ് ഓൾഡ് ആസ് മുത്തശ്ശൻ. ഏകദേശം അവളുടെ മുത്തശ്ശനോളം പ്രായം ഉണ്ടായിരുന്നു ഈ പ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തിക്ക്. He had gazed curiously at her the first time she bought some candy from the store. അപ്പോൾ കുഞ്ഞിച്ചിരുത ആദ്യമായിട്ട് പ്രകാശിന്റെ കടയിൽ നിന്നും മിഠായി വാങ്ങാനായിട്ട് എത്തിയപ്പോൾ അദ്ദേഹം വളരെ കൗതുകത്തോടെ, ഗേസ്ഡ് എന്ന് പറഞ്ഞാൽ കൗതുകത്തോടെ നോക്കുന്നതിനാണ് ഗേസ്ഡ് എന്ന് പറയുന്നത്, കൗതുകത്തോടു കൂടി കുഞ്ഞിച്ചിരുതയെ നോക്കി. All her classmates called him Mr. പ്രകാശ്. അവളുടെ സഹപാഠികളെല്ലാം ഈ പ്രകാശിനെ വിളിച്ചിരുന്നത് മിസ്റ്റർ പ്രകാശ് എന്നായിരുന്നു. കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് റൂഡ്. അവൾ വിചാരിച്ചു അത് ക്രൂരമാണ്, അത്രയും പ്രായമുള്ള ഒരാളെ അങ്ങനെ വിളിക്കുന്നത് ക്രൂരമാണെന്ന്, ദോഷമാണെന്ന് ആർക്ക് തോന്നി? കുഞ്ഞിച്ചിരുതയ്ക്ക് തോന്നി. ബാക്ക് ഹോം ഇൻ കേരള ഷീ വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ. ഒരുപക്ഷെ കേരളത്തിലായിരുന്നെങ്കിൽ അവൾ അദ്ദേഹത്തെ പ്രകാശ് അങ്കിൾ എന്ന് വിളിക്കുമായിരുന്നു. The next time she went to the store, Prakash patted her affectionately on her head. പാറ്റേഡ് എന്ന് പറഞ്ഞാൽ തലോടുക, മെല്ലെ തലോടുന്നതിനാണ്. അഫെക്ഷനേറ്റ്ലി, സ്നേഹപൂർവം. അപ്പോൾ എന്ത് ചെയ്തു? അടുത്ത പ്രാവശ്യം അവള് പ്രകാശങ്ങളുടെ കടയിൽ ചെന്നപ്പോൾ പ്രകാശങ്ങൾ എന്ത് ചെയ്തു? അവളുടെ തലയിൽ ഇങ്ങനെ സ്നേഹപൂർവം തലോടി. വാട്ട് ഡു പീപ്പിൾ കോൾ യു ഡിയർ? എന്നിട്ട് അവളോട് ചോദിച്ചു, ആളുകൾ നിന്നെ എന്താണ് വിളിക്കുന്നത് കുഞ്ഞെ? കുഞ്ഞിച്ചിരുത. അപ്പൊ കുഞ്ഞിച്ചിരുത എന്ത് പറഞ്ഞു? എന്നെ ആളുകൾ വിളിക്കുന്നത് കുഞ്ഞിച്ചിരുത എന്നാണെന്ന് പറഞ്ഞു. പ്രകാശ് ഐസ് വൈഡൻ എന്ന് പറഞ്ഞാൽ വിടർന്നു, അല്ലെങ്കിൽ കണ്ണ് തള്ളിപ്പോവുക, ഇങ്ങനെ. കുഞ്ഞിച്ചിരുത. അപ്പൊ ആ പേര് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിസ്മയം തോന്നി. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. കുഞ്ഞിച്ചിരുതയ്ക്ക് വളരെ സന്തോഷമായി. Prakash uncle was the first person outside her family to pronounce her name perfectly in New Jersey. അവളുടെ ഫാമിലിയിൽ നിന്നല്ലാതെ ന്യൂജേഴ്സിയിൽ അവളുടെ പേര് ശരിയായി ഉച്ചരിച്ച ആദ്യ വ്യക്തി പ്രകാശ് അങ്കിൾ ആയിരുന്നു. She nodded her head and beamed at him. Beamed at him എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നോക്കി ചിരിക്കുക, പുഞ്ചിരിക്കുക. എന്നിട്ട് അദ്ദേഹത്തെ പ്രകാശ് അങ്കിളിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചെറുതായിട്ട് കുഞ്ഞിച്ചിരുതയാന്നുള്ള അർത്ഥത്തിൽ അവള് തലയാട്ടി. നോഡഡ് എന്ന് പറഞ്ഞാൽ മെല്ലെ തലയാട്ടുന്നതിനാണ് നോഡഡ് എന്ന് പറയുന്നത്. പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. പെട്ടെന്ന് തന്നെ പ്രകാശങ്ങള് മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത? ഹി വണ്ടേഡ് അലൗഡ്. കുഞ്ഞിച്ചിരുത പോലുള്ള പേരുകൾ ഇപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഇടുന്നുണ്ടോ, അല്ലെ കുഞ്ഞുങ്ങൾക്കുണ്ടോ എന്ന് അദ്ദേഹം വളരെ ആശ്ചര്യത്തോടെ ചോദിച്ചു. പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ടു വണ്ടർ അബൌട്ട് കുഞ്ഞിച്ചിരുതാസ് നെയിം. കുഞ്ഞിച്ചിരുതയുടെ പേരിനെ പറ്റി അത്ഭുതപ്പെട്ട ആദ്യ വ്യക്തി ആയിരുന്നില്ല പ്രകാശ്. She had faced the question several times after she became old enough to talk about it. അവൾക്ക് തന്റെ പേരിനെ കുറിച്ച് സംസാരിക്കാൻ പ്രായമായതിനു ശേഷം, അതായത് സ്വന്തമായിട്ട് പേര് പറയാൻ പ്രാപ്തിയായതിനു ശേഷം നിരവധി തവണ അവൾക്ക് ഈ ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ട്. സെവറൽ എന്ന് പറഞ്ഞാൽ നിരവധി, സെവറൽ ടൈംസ് നിരവധി തവണ.
Of course, she knew very well how she got her name. തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവൾക്ക് ആ പേര് എങ്ങനെയാണ് ലഭിച്ചതെന്നുള്ള കാര്യം അവൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. So she told him about her great grandmother who became a school teacher at the age of 18. അങ്ങനെ അവള് 18-ാം വയസ്സിൽ ഒരു സ്കൂൾ അധ്യാപികയായി തീർന്ന തൻ്റെ മുതുമുത്തച്ഛിയെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ മുതുമുത്തച്ഛി. ഷി ഹാഡ് ഓൺലി സീൻ എ ഫേഡിങ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അവള് തൻ്റെ മുതുമുത്തച്ഛിയുടെ ഒരു നിറം മങ്ങിയ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിച്ചിരുത later learned from Amma that Prakash belonged to a village not far from her town. പിന്നീട് കുഞ്ഞിച്ചിരുതയ്ക്ക്, ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്, കുഞ്ഞിച്ചിരുതയ്ക്ക് തൻ്റെ അമ്മയിൽ നിന്നും മനസ്സിലായി പ്രകാശ് എന്ന് പറഞ്ഞയാൾ കുഞ്ഞിച്ചിരുതയുടെ ടൗണിൽ നിന്നും ഏറെ അകലെ അല്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഉള്ളതെന്ന് മനസ്സിലായി. ഹി ഹാഡ് അറൈവ്ഡ് ഇൻ അമേരിക്ക ഓൾമോസ്റ്റ് എ ഹാഫ് സെഞ്ചുറി എഗോ. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ്. സെഞ്ചുറി 100 നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾ ക്രിക്കറ്റ് കളി കാണുന്നവരൊക്കെയാണ്. അപ്പോൾ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഹാഫ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 50 വർഷം. അപ്പോൾ ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അമേരിക്കയിൽ എത്തിയിരുന്നു. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദി സ്പ്രിംഗ് ബ്രേക്ക് എ ഗേൾ നെയ്മഡ് ഓങ്ത്വാനെറ്റ് ടുക്ക് അഡ്മിഷൻ ഇൻ കുഞ്ഞിച്ചിരുദാസ് ക്ലാസ്. അപ്പോൾ സ്പ്രിംഗ് ബ്രേക്കിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ ഒരാൾ കൂടി, ഒരു പെൺകുട്ടി കൂടി കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ഓങ്ത്വാനെറ്റ്. നിങ്ങളിവിടെ അതിൻ്റെ സ്പെല്ലിംഗ് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു പ്രൊണൗൺസിയേഷനാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ആ പേര് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്നുള്ളത് പിന്നീട് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുഞ്ഞിച്ചിരുത തന്നെ അതെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ. ഈ സ്പ്രിംഗ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു സീസണാണ്. നമുക്ക് ഇന്ത്യയിൽ 4 സീസൺസ് ഉണ്ടല്ലോ. അതായത് വിൻ്റർ സീസൺ, തണുപ്പ് കാലം, സമ്മർ സീസൺ, ചൂട് കാലം, പിന്നെ ഇവിടെ വരുന്നത് മൺസൂൺ സീസൺ അല്ലേ, റെയിനി സീസൺ, മഴക്കാലം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓട്ടം വരുന്നുണ്ട്, ശരത്കാലം വരുന്നുണ്ട് അല്ലേ. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയോളം നമുക്ക് തണുപ്പുള്ള സമയമാണ്. അത് കഴിയുമ്പോൾ എന്താവും, സമ്മർ സീസണിലോട്ട് നമ്മൾ മാറും. അപ്പോഴത്തെ മാർച്ച് മുതൽ മെയ് വരെയോളം നമുക്ക് ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണ്. അതിനുശേഷം അങ്ങോട്ട് മഴ തുടങ്ങും. നമ്മളിപ്പോൾ മൺസൂൺ കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയോളം നമുക്ക് മഴയുണ്ടാവും. അതിനുശേഷം ഒക്ടോബർ നവംബർ നമുക്ക് ഒരു ഓട്ടം സീസൺ, അതായത് മഴയൊക്കെ മാറി വളരെ ചെറിയ ചൂട് തുടങ്ങുന്ന സമയമാണ് അല്ലേ. അതുപോലെ തന്നെ അമേരിക്കയിലും എന്തുണ്ട്, 4 തരത്തിലുള്ള സീസൺസ് ഉണ്ട്. അതായത് സ്പ്രിംഗ് സീസൺ, അവർക്ക് മാർച്ച് മുതൽ മെയ് വരെയുള്ള സീസണാണ് ഈ സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. അതായത് പൂക്കളൊക്കെ അങ്ങോട്ട് പൂവിടാൻ തുടങ്ങുന്ന സമയം. ടെമ്പറേച്ചറൊക്കെ ചെറുതായിട്ട് തണുപ്പ് അങ്ങോട്ട് മാറി ചെറുതായിട്ട് ചൂടായി വരുന്ന സമയം, ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ള സമയമാണത് സ്പ്രിംഗ് വരുന്നത്. പിന്നെ സമ്മർ വരുമ്പോൾ നിങ്ങൾക്കറിയാം സമ്മർ ബ്രേക്ക് എന്താണ്, ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ്. പിന്നെ ഓട്ടം അല്ലെങ്കിൽ ഫോൾ ഉണ്ട്, പിന്നീട് ശരത്കാലമുണ്ട്, പിന്നീട് അതിനുശേഷം വിൻ്റർ സീസൺ വരും ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. അപ്പം ഇങ്ങനെയാ സ്പ്രിംഗ് സീസണിൻ്റെ ആ ഒരു ബ്രേക്കിലാണ് ഈ ഓങ്ത്വാനെറ്റ് വന്നിട്ട് ആൻ്റോണി നമ്മുടെ കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്നത്. ഷി വാസ് ഫ്രം എ സിറ്റി കോൾഡ് മാസൈ ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ മാസൈ എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്നുള്ളവളായിരുന്നു അവൾ. ആ മാസൈയുടെ സ്പെല്ലിംഗ് വരുന്നത് വേറെ ആണെങ്കിൽ നമ്മളത് ഫ്രഞ്ച് നെയിമാണ്, ആ വായിക്കുന്നത് മാസൈ എന്നാണ്. ഹെർ മദർ വാസ് വർക്കിംഗ് ഇൻ എ മൾട്ടിനാഷണൽ കമ്പനി. അവളുടെ അമ്മ ഒരു അന്താരാഷ്ട്ര കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഷി വാസ് ഗിവൺ എ ന്യൂ പ്രൊജക്ട് ഇൻ ന്യൂ ജേഴ്സി. അവർക്ക് ന്യൂജേഴ്സിയിൽ ഒരു പുതിയ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ കമ്പനി ആവശ്യപ്പെട്ടു. സോ ദ ഫാമിലി ഹാഡ് റീലൊക്കേറ്റഡ്. അങ്ങനെ അവരെ ന്യൂജേഴ്സിയിൽ എത്തപ്പെട്ടു. ഓങ്ത്വാനെറ്റ് ആൻഡ് കുഞ്ഞിച്ചിരുത സൂൺ ബിക്കെയിം ഫ്രണ്ട്സ്. ഓങ്ത്വാനെറ്റും കുഞ്ഞിച്ചിരുതയും വളരെ പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളായി. കുഞ്ഞിച്ചിരുത വാസ് അമ്യൂസ്ഡ് ടു ഫൈൻഡ് ദാറ്റ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹാഡ് ട്രബിൾ പ്രൊനൗൺസിംഗ് ഓങ്ത്വാനെറ്റ്സ് നെയിം ടു. ഈ ഓങ്ത്വാനെറ്റ് എന്ന് പറഞ്ഞ പേര് ഉച്ചരിക്കുന്നതിലും തൻ്റെ സഹപാഠികൾക്ക് അധ്യാപകർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ കുഞ്ഞിച്ചിരുതയ്ക്ക് വളരെ തമാശ തോന്നി. മോസ്റ്റ് ഓഫ് ദം പ്രൊനൗൺസ്ഡ് ഇറ്റ് ആസ് അൻറ്റോയിനെറ്റ്. അവിടെ ഉണ്ടായിരുന്ന കൂടുതൽ പേരും ആ പേര് എങ്ങനെയാണ് ഉച്ചരിച്ചിരുന്നത്? അൻറ്റോയിനെറ്റ്.
But Kunjichirda learned from Ong Tuanet that the name ought to be pronounced Ong Tuanet. ആ പേര് ഓങ് ത്വാനെറ്റ് എന്നാണ് ഉച്ചരിക്കേണ്ടതെന്ന് കുഞ്ഞിച്ചിരുത തൻ്റെ കൂട്ടുകാരിയിൽ നിന്ന് മനസ്സിലാക്കി. കുഞ്ഞിച്ചിരുത ട്രൈ ടു സേ ദാറ്റ് വേ. കുഞ്ഞിച്ചിരുത ആ പേര് അങ്ങനെ തന്നെ പറയാൻ ശ്രമിച്ചിരുന്നു. ഷീ ഫൗണ്ട് ടു ഹെർ സർപ്രൈസ് ദാറ്റ് ഷീ ഗോട്ട് ഇറ്റ് റൈറ്റ് ആഫ്റ്റർ എ ഫ്യൂ ട്രയൽസ്. കുറച്ചു മാത്രം പരിശ്രമങ്ങൾക്ക് ശേഷം ആ പേര് ശരിയായി ഉച്ചരിക്കാൻ സാധിച്ചതിൽ അവൾക്ക് ആശ്ചര്യം തോന്നി. ഷീ വാസ് ഈക്വലി സർപ്രൈസ്ഡ് ടു ഫൈൻഡ് ഓങ്ത്വാനെറ്റ് പ്രൊണൗൺസിങ് ഹെർ നെയിം ഫെയർലി വെൽ. അതുപോലെ തന്നെ ഓങ്ത്വാനെറ്റും തൻ്റെ പേര് ഒരുമാതിരി നന്നായി ഉച്ചരിക്കുന്നതിൽ കുഞ്ഞിച്ചിരുതയ്ക്ക് അത്ഭുതം തോന്നി. എസ്പെഷ്യലി ദ NH, പ്രത്യേകിച്ച് ഇഞ്ഞ പാർട്ട്. കുഞ്ഞിച്ചിരുതയുടെ ഇഞ്ഞ എന്ന് വരുന്ന പാർട്ട് അവൾ കറക്റ്റായിട്ട് ഉച്ചരിച്ചു. ഓങ്ത്വാനെറ്റ് വിസിറ്റഡ് കുഞ്ഞിച്ചിരുത അറ്റ് ഹെർ ഹോം എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഓങ്ത്വാനെറ്റ് കുഞ്ഞിച്ചിരുതയുടെ വീട് സന്ദർശിച്ചു. കുഞ്ഞിച്ചിരുത ഫൗണ്ട് ടു ഹെർ അമ്യൂസ്മെന്റ് ദാറ്റ് അമ്മ കുഡ് നോട്ട് സേ ഓങ്ത്വാനെറ്റ്സ് നെയിം റൈറ്റ്. അമ്മയ്ക്ക് ഓങ്ത്വാനെറ്റിന്റെ പേര് ശരിയായി പറയാൻ കഴിയാത്തതിൽ കുഞ്ഞിച്ചിരുതയ്ക്ക് തമാശ തോന്നി. സോ ഷി ഹാഡ് ടു ബിക്കം ഹെർ മദേഴ്സ് ലാംഗ്വേജ് ടീച്ചർ ഫോർ എ മൊമെന്റ്. അതുകൊണ്ട് ഒരു നിമിഷത്തേക്ക് കുഞ്ഞിച്ചിരുതയ്ക്ക് അവളുടെ അമ്മയുടെ ഭാഷാ അധ്യാപികയായിട്ട് മാറേണ്ടി വന്നു. ഈ പാഠഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ ഒരു പ്രാവശ്യം കൂടി ഈ വീഡിയോ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ രണ്ടാം ഭാഗമായി ഇതിലെ വേർഡ് ഗാലറിയും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ക്ലാസ് നോട്ട്സ് എന്ന ഈ ചെറിയ ചാനലിന് നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും നല്ല വാക്കുകൾക്കും ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു സോ മച്ച്.